ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം യോശുവ എന്ന പുസ്തകത്തിൽ യോശുവയുടെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം, ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പോൾ പഴയ നിയമകാലത്ത് യോശുവയുടെയൊക്കെ കാലത്ത് അവർക്ക് ഈ ന്യായപ്രമാണ പുസ്തകമുണ്ട്. അപ്പം ഈ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുകയും ഇത് നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകാതെ വണ്ണം നിങ്ങൾ എപ്പോഴും അത് ധ്യാനിക്കുകയും ചെയ്യണമെന്ന് വചനം പറയുന്നു. നീ രാവും പകലും അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം തന്നിട്ടുണ്ട്. അത് രാവും പകലും നാം ധ്യാനിക്കുന്നുണ്ടോ? നാം നടക്കുന്നിടത്തൊക്കെയും അത് പ്രമാണിച്ച് നടക്കേണ്ടതിന് വേണ്ടി ഈ വചനപ്രകാരം നാം ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ ഉറപ്പുവരുത്തുക. അന്നേരം ഇവിടെ പറയുകയാണ്, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിലും ഈ യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ചെല്ലുന്നിടത്തൊക്കെ എന്താണ് ശുഭമായിരിക്കേണ്ടതിന് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊന്നും വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അത് പ്രമാണിച്ച് നടക്കേണ്ടതിന് അത് രാവും പകലും എന്ത് ചെയ്യണം? ധ്യാനിക്കണം എന്നെല്ലാം ഇവിടെ വചനം യോശുവയോട് പറയുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നിട്ടുള്ള വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നമ്മുടെ ജീവിതയാത്രയിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് നാം നടക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കും. നിന്റെ ജീവിതയാത്രയിലെല്ലാം ശുഭകരമായൊരു യാത്ര നിനക്ക് നൽകും. ഇവിടെ പറയുകയാണ്, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. അപ്പോൾ നമുക്കറിയാം, യോശുവയുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ കടന്നു വന്നെങ്കിലും ഈ ഒരു വചനം ദൈവം കൊടുത്തതുകൊണ്ട്, ആ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് പിന്നെ അവിടെ നിന്നും കുലുങ്ങിപ്പോയതായിട്ട് കാണുന്നില്ല. ആദ്യം യോശുവയുടെ ജീവിതത്തിലൊരു പതർച്ച വന്നിരുന്നെങ്കിലും പക്ഷെ ഈ ദൈവം യോശുവയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയുടെ ജീവിതത്തിൽ വലിയ ധൈര്യമായി ഉറപ്പായി. ഈ ന്യായപ്രമാണം വിട്ട് യോശുവ എങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെ ദൈവത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ജീവിതകാലത്തൊന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. കൃതാർത്ഥനായിരുന്നു. പോകുന്നിടത്തൊക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്നു, ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ വചനം നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് സംസാരിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ പോകുന്നിടത്തൊക്കെയും ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, നമ്മൾ കൃതാർത്ഥരായി ഇരിക്കണമെങ്കിൽ, ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കണമെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനം നാം എപ്പോഴും വായിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും നമ്മളിത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇത് വിട്ടിട്ട് ദൈവവചനം വിട്ട് മറ്റൊന്നിലേക്കും തിരിയാതിരിക്കുക. നമ്മുടെ വായിൽ നിന്ന് ഈ ദൈവവചനം നീങ്ങിപ്പോകാതിരിക്കുക. ഇത് നമുക്കെപ്പോഴും ഈ ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ ഇടറുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ എല്ലാ പ്രവൃത്തികളും സാധിപ്പിക്കുവാൻ ദൈവം ഇടയാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഉണ്ടാകും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഭ്രമിച്ചു പോകുന്ന ഒരു അനുഭവം വരാതെ ദൈവം നമ്മളെ പരിപാലിക്കുകയും കരങ്ങളിൽ താങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമുക്ക് ദൈവം കയ്യിൽ തന്നിരിക്കുന്ന ദൈവവചനം നാം എപ്പോഴും ധ്യാനിക്കുക. അത് രാവും പകലും നാം ധ്യാനിക്കുക. നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. അത് നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം ഈ ദൈവവചനം നമ്മുടെ കൂടെ ഇരിക്കും, നമ്മളോട് സംസാരിക്കും, നമ്മളെ ബലപ്പെടുത്തും. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മളായിരിക്കട്ടെ. അത് നമ്മളെ ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് മുന്നോട്ട് പോകുക. നമ്മുടെ പ്രവൃത്തിയെല്ലാം സാധിപ്പിക്കുവാൻ ദൈവം ഇടയാക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.